السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وعلم أن النصر مع الصبر. ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് സഹായം പണ്ടേ. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല അലൈഹി ചൊല്ലു, അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട അവന്റെ ഇഷ്ടദാസന്മാരെ പരീക്ഷിക്കുക ഇഷ്ടപ്പെടുക ഉദ്ദേശിക്കല എന്തിക്ക് ഇങ്ങളെ സ്ഥാനമാനങ്ങൾ മഹത്വങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് എത്ര മഹാന്മാരാണ് പരീക്ഷിക്കപ്പെടുക. യഹ്യ നബി അലൈഹിസ്സലാമിന്റെ അർക്കപ്പെടുക, ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു അൻഹും മോൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അങ്ങനെ കൊല്ലപ്പെടുക. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടികിട്ട് ജയിലിൽ ബന്ധാക്കിടാർ, ആ ജയിലിൽ വെച്ച് മരണപ്പെടുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടികിട്ട്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അടികിട്ട്, ഷാഫി ഇമാമുടെ ശിഷ്യൻ ഇമാം ബോയ്ത്തി റളിയല്ലാഹു അൻഹു ജയിലിൽ ചങ്ങലക്കിടപ്പെടുക. ആ സമയത്താണ് വഫാത്താവുടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുടെ സ്വന്തം പ്രായത്തിൽ നിൽക്കുക കൂടില്ല. ഇങ്ങനെ ഈ ലോകം കണ്ട മഹാന്മാർക്ക് വന്ന പരീക്ഷണങ്ങൾ എത്ര വലുതാണ്. അള്ളാഹു അങ്ങളെ ഇഷ്ടപ്പെടുക. ആ സമയത്ത് ബലാവ് കൊടുക്കുമ്പോ അങ്ങ് ക്ഷമിക്കിടാറ്, ക്ഷമിക്കുമ്പോ പിന്നെയും പിന്നെയും കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലങ്ങളാണ് അള്ളാഹു കൊടുക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഹദീസിന്റെ ബാക്കി ഭാഗം, വഇന്നൽ ഫറജ മഅൽ കർബ്, വഇന്നൽ ഫറജ സന്തോഷം പണ്ട് ടെൻഷൻ ബേജാറ് നീങ്ങിക്കിട്ട എപ്പോഴാണ്? മഅൽ കർബ് പ്രയാസം വരുമ്പോഴാണ്. പ്രയാസങ്ങൾ വരുമ്പോ ആ പ്രയാസങ്ങൾ സഹിക്കുക ഉണ്ടായെങ്കിൽ ഈ പ്രയാസങ്ങളെല്ലാം ഇല്ലാണ്ടായിപ്പോണ്ടു. നീ എന്ത് പ്രയാസത്തിൽ അകപ്പെട്ടെങ്കിലും അതിന്റെ ബാക്കിൽ ഫറജും കരീബും അടുത്ത ഒരു സന്തോഷം നിക്ക് പറഞ്ഞുകൊണ്ടുണ്ടാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമുക്ക് പടിപാട്ടി തന്നോണ്ടുള്ളേ. ഇങ്ങനെയാണ് സുബ്ഹാനല്ലാഹ് ധാരാളം മഹത്വങ്ങൾ. ആസിം ഇബ്നു ഇസ്ഹാഖ് ചൊല്ലൻകെത്ത മഹാൻ ഉദ്ധരിക്കട്. അയാൾ ചൊല്ലു, നക്ക് ഫക്ർ വന്ന് ദാരിദ്ര്യം വന്ന് അങ്ങനെ ഞാൻ എന്താക്കിയാൻ ചൊന്നെങ്കിൽ നന്റെ ചില ചങ്ങായിമാരെ മുട്ട ഞാൻ പോയ ചങ്ങായിമാരൊട്ടിಗೆ പോയി വിഷയം ചൊന്ന് വലിയ പ്രയാസത്തിലുള്ളതാണ്, ദാരിദ്ര്യത്തിലുള്ളൻ ചെന്നപ്പോ ആ ചങ്ങായിയുടെ മുഖം കാണുമ്പോ നക്കൊന്തയ്ക്ക് ഞാൻ അയാളിലൊട്ടിಗೆ ആവശ്യം ചൊന്നത് അയാൾക്ക് പിടിച്ചില്ല. അയാളെ മുഖത്തിൽ ഒരു വെറുപ്പ് കണ്ടെത്ത് നക്കയാൾ തറാത്ത പോലെ. ഞാൻ അയാളെ ഔത്തരെ പുറത്ത് വന്നിട്ട് ധാരാളം നിസ്കരിച്ച് നന്റെ മുഖത്തെ ഭൂമിയിൽ വെച്ച സുജൂദ് എന്നിട്ട് ഞാൻ ചൊന്ന പലക്ക് അള്ളാഹുടൊട്ടികയാണ് കേട്ടോ. യാ മുസബ്ബിബൽ അസ്ബാബ്, യാ ഫാത്തിഹൽ അബ്വാബ്, യാ സാമിഅൽ അസ്വാത്, യാ മുജീബദ് ദഅവാത്, യാ ഖാദിയൽ ഹാജാത്, ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. വല്ലാത്തൊരു ദുആയാണ്. ഏത് പ്രയാസത്തിൽ അകപ്പെട്ട ആൾമാറും അള്ളാഹുടൊട്ടിക ദുആ നടത്താം. അവൻ തണ്ടവനാണ്, പിന്നെയും 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 കേൾക്ക. അത് അള്ളാഹു വലിയ ഇഷ്ടാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നണ്ടൊട്ടിക കേൾക്കൊരു ഞാൻ ഉത്തരം തണ്ട. മനുഷ്യന്മാരെ മുട്ട പോകുമ്പോ നമുക്ക് വെറുപ്പാവുടു, ബേജാറാവുടു, പ്രയാസമാവുടു, ഞങ്ങളൊട്ടിಗೆ ഇഷ്ടക്കുറവുണ്ട്. ഈ സമയത്തെല്ലാം നിരന്തരമായി അള്ളാഹുടൊട്ടിಗೆ കേൾക്കുമ്പോ അവൻ എന്തെങ്കിലും ഒരു വഴി തുറന്നതണ്ട. ഏതെങ്കിലും ഒരാളെ മനസ്സിൽ ഇട്ടുകൊടുക്കടാ, ഇന്നാൾക്ക് നീ കൊടുക്കണു, സഹായിക്കണു, എല്ലാം ആക്കിടവണു, നിയന്ത്രിക്കിടവണു അള്ളാഹുവാണ്. അവന് മുഖല്ലിബുൽ ഖുലൂബാണ്. എല്ലാ ഹൃദയങ്ങളെയും മറിക്കിടവണു, ചേഞ്ച് ആക്കിക്കൊണ്ടിക്കിടവണു, എല്ലാം അള്ളാഹുവാണ്. ഇയാൾ ദ്വാരക്കിട് കാരണങ്ങൾ ഉണ്ടാക്കിട റബ്ബെ, എല്ലാ ഡോറും ഓപ്പൺ ആക്കിടവണു നീനാൻ, എല്ലാ ശബ്ദങ്ങളും കേക്കിടവണു നീനാൻ, എല്ലാ ദുആത്തുക്കും ഉത്തരം തണ്ടവണു, ആവശ്യങ്ങൾ വിട്ടിത്തണ്ടവണു നീനാൻ. ഇക്ഫിനി ബിഹലാലി, നിന്റെ ഹലാൽ തന്നിട്ട് നിന്റെ ഹറാമിടെ തൊട്ട് നന്റെ നീ മയ്യാക്കണു. നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്ത ഒരാളെ മുട്ട പോണ്ടെതിരെ തൊട്ട് നന്റെ നീ ഐശ്വര്യമാക്കണു. അൽഹംദുലില്ലാ, ഇതെത്ര വലിയ തൗഫീഖാണ്. ഈ ദ്വാ അങ്ങ് നടത്തിത്ത് ആ മഹാൻ ചൊല്ലു, നന്റെ തല ഞാൻ ദ്വാ കഴിഞ്ഞിട്ട് ഉയർത്തുമ്പ നന്റെ മുട്ട ഒരു പാത്രമുണ്ട്, നന്റെ മുട്ട പിന്നെ ഞാനൊരു ശബ്ദം കേൾക്കടെ, തല അങ്ങ് ഉയർത്തുമ്പോ ഒരു ഗിടിയാണ്. ആ ഗിടി ഒരു ചോപ്പുള്ളെങ്കത്തൊരു ചീലയുടെ കീൽ കൊമ്പന്നിട്ട് അതിൽ നോക്കുമ്പോ 80 ദീനാറാണ്. അതുപോലെ ഒരു പറത്തിൽ പൊതിഞ്ഞെങ്കത്ത രത്നവുമുണ്ട്. അത്ഭുതപ്പെട്ട രത്നത്തെ ഞാൻ വലിയ പൈസത്ത് വിത്തിട്ട് നല്ല ഒരു ഭൂമി ഞാൻ വാങ്ങിയ അള്ളാഹുടെ ഞാൻ സ്തുതിച്ചാണ്ട അയാൾ ചൊല്ലു. എന്നിട്ടോ അപ്പോ പ്രയാസം വരുമ്പോ അതിന്റെ ബാക്കിൽ സന്തോഷം ഉണ്ട്. ഖുർആൻ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പിന്നെയുമുണ്ട്, വഇന്ന മഅൽ ഉസ്രി യുസ്റാ. പ്രയാസം വരുമ്പോ അതിന്റെ ബാക്കിൽ സന്തോഷമുണ്ട്. പ്രയാസം പറഞ്ഞു, പ്രയാസങ്ങൾ അങ്ങ് സഹിക്കുമ്പോ അതിന്റെ ബാക്കിൽ സന്തോഷം പണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പടിപാട്ടി തന്നോണ്ടുള്ള. പ്രയാസത്തെ ബാക്കിൽ സന്തോഷമുണ്ട്. ഉഹദ് യുദ്ധം, ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് ബാരിട്ട് അങ്ങ് എറിഞ്ഞപ്പോ എല്ലാ ശത്രുക്കളെ മുഖത്ത് കിട്ടിത്ത്. ഇനിയോ ഉഹദ് യുദ്ധത്തിൽ എന്തേ അങ്ങനെ ആക്കിയില്ല? മണ്ണില്ലാത്തത് കൊണ്ടാ അല്ല, അവിടെ എപ്പോഴും അങ്ങനെ ആക്കിയങ്കാവല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി തണ്ടെങ്കത്തെ സത്യമാണ്. പ്രയാസങ്ങൾ സഹിക്കണം, ത്യാഗങ്ങൾ സഹിക്കണം.
മക്കത്തെ മദീനത്ത് ഹിജറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിട്ട് പോണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒരു സെക്കൻഡോൾക്ക് അവിടെ എത്തുവാട്ട അള്ളാഹു സുബ്ഹാനഹു വ തആല. സുബ്ഹാനല്ലാഹ്, ഹിജറത്തെ നടുൽ സൗർ പർവ്വതത്തുകാണ് പത്തുമ്പ കാൽ ചോരബണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കട്, ബുദ്ധിമുട്ട് സഹിക്കട്. ആ ഗുഹയുടെ ഉൾക പോയി വെക്കട്, അവിടെയും ശത്രുക്കൾ ബണ്ടാർ എത്ര വലിയ പ്രയാസങ്ങളാണ് സഹിക്കട്. യാത്രയുടെ നടുക്കു നടന്നിട്ടും യാത്ര വാഹനത്തെ മേലും പോകുമ്പോ എന്റെ മക്ക മദീനത്ത് 4 ഗಂಟೆയുടെ ഉൾക നല്ല AC കാറിൽ സ്പീഡിലങ്ങ് സഞ്ചരിക്കുമ്പോ ഒരു നേരം ആലോചിച്ചു പോണു. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ തെരുളിലൂടെ, ഹിജറ വഴിയിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചത്, സ്വഹാബത്ത് പോയത്, അങ്ങ് നടക്കുമ്പോ ചെറുപ്പിടെ ഭാരം അറ്റുപോയത്, എന്നിട്ട് അതിനെ തുന്നിപ്പിടിപ്പാട്ടിട്ട് പിന്നെയും കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ആ മഹാന്മാർ നടത്തിയെത്ത ഹിജറ, അങ്ങളെ ത്യാഗങ്ങൾ, അങ്ങളെ ക്ഷമ എത്രയാണ്. ആ വലിയ പ്രയാസങ്ങൾ സഹിച്ചതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെ ശാശ്വതമായ അഡ്രസ്സാണ്, വലിയ വിലാസമാണ്, വലിയ അഡ്രസ്സാണ് ലോകത്തയിൽ. പിന്നെ എത്ര വലിയ മഹാന്മാർ വന്നെങ്ങും സ്വഹാബിമാരട്ടെ അത്ര വലിയ പൗറുള്ളെങ്കെത്ത ഒരാളുമില്ല, മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ. അപ്പോ വഇന്ന മഅൽ ഉസ്രി യുസ്ര, കുടുസു വർമ്മ, പ്രയാസം വർമ്മ, ಅದರ ബാക്കിൽ നല്ല ഐശ്വര്യമുണ്ട്, എളുപ്പമുണ്ട്. സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്ര, സൂറത്തു തലാഖ്. എല്ലാ പ്രയാസത്തിൽ പിന്നെ അള്ളാഹു എളുപ്പം തണ്ട. അനസ് റളിയല്ലാഹു അൻഹു ആ മഹാൻ ചൊല്ല്, സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നത് ഉസ്ർ പ്രയാസം ബന്തുണ്ടായെങ്കിൽ അതിൽ പിന്നെ അവിടെ യുസുർ ബണ്ട്, സന്തോഷം ബണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഖുർആനിൽ 2 വട്ടം ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഉസ്ർ ഒട്ടികയാണ് യുസുർ. ഉസുർ പ്രയാസം അനുഭവിച്ചിട്ട് അപ്പുറത്ത് സന്തോഷം കിട്ടുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അറിയുകയും ആസ്വദിക്കുകയും. അവിടെ ചില ആൾമാർക്ക് ജീവിതത്തെ തുടക്കമേ ആഡംബരത്തിലും സൗകര്യത്തിലും മുങ്ങിയ ആൾമാർ എപ്പോഴാണ് അതിലങ്ങ് ആസ്വദിക്കുക. എനിക്ക് എന്തിനും ഗൊന്തു വേണ്ടേ? സുബ്ഹാനല്ലാഹ്, ചിമ്മ ഗൊന്തായ ഉണകല്ലേ ಬೆಳ್ಚತ್ತ മഹത്വം ഗൊന്താവിടെ. അതുപോലെ ಬೆಳ್ಚತ್ತ മഹത്വം ഗൊന്തായ ഉണകല്ലേ ചിമ്മയുടെ ಬಗ್ಗೆ ഗൊന്താവിടെ. എല്ലാ കാര്യത്തെയും അതിൽ ഓപ്പോസിറ്റ് കൊണ്ടാണ് മനസ്സിലാക്കണേ. അപ്പോ ജനിച്ചു പൂളുമ്പമേ പട്ടുമെത്തക പൂന്നവണു. ഉദാഹരണം, ആഡംബരത്തിൽ മുങ്ങിയവണു, അവನು അതിൽ ആസ്വദിക്കുക അവനുക ആവില്ലേ, അവനുക്ക് അതിൽ ഓപ്പോസിറ്റ് എന്തിനും ഗൊന്തില്ലേ. അതേ സമയത്ത് ആദ്യകാലത്ത് പ്രയാസങ്ങളിൽ മുങ്ങി ബെണ്ടായി, ബേജാറായി, ടെൻഷനായി, പ്രയാസങ്ങളിൽ നിറഞ്ഞു വന്ന് ക്ഷമിച്ചുകൊണ്ട് മുന്നൽ പോണ്ടെങ്കത്തെ ആൾക്ക് യുസുർ വരുമ്പ, സുലഭം വരുമ്പ, സന്തോഷം വരുമ്പ അയാൾക്കത് ആസ്വദിക്കുക. ഉദാഹരണത്തിൽ ഒരാളെ മുന്നൽ 1 കോടിക്കും പോയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിലെ ബല അയാൾ കൊന്താവില്ല. അതേ സമയത്ത് അയാളത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിത്തുണ്ടായെങ്കിൽ അതിരെ വല്ലാത്ത അനുഭവം അയാൾക്ക് കിട്ടും. അയാൾക്ക് ആസ്വദിക്കുക, അയാൾക്കത് അനുഭവിക്കുക. എപ്പോഴും അങ്ങനെയാണ്. കഷ്ടപ്പാടുകൾ വരുമ്പോ അതിരെ ബാക്കിൽ സന്തോഷം പണ്ട്. ആ സന്തോഷം വരുമ്പോ അതിരെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും അയാൾക്ക് അവിടെ ഉണ്ടാണ്. വഇന്ന മഅൽ ഉസ്രി യുസ്രൻ, എല്ലാ പ്രയാസത്തൊട്ടിയെ എന്തുണ്ട്? യുസ്റുണ്ട്, എളുപ്പമുണ്ട് ഉണ്ടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു ശർഹൽ അല്ലാഹു ചൊന്നത് ഫഇന്ന മഅൽ ഉസ്രി യുസ്രൻ, ഇന്ന മഅൽ ഉസ്രി യുസ്ര. 5ഉം 6ാമത്തെ ആയത്ത്. അങ്ങനെ വലിയ സന്തോഷങ്ങളാണ്. ആ പ്രയാസങ്ങൾ വരുമ്പോ പിന്നെ സന്തോഷങ്ങൾ ബണ്ടിട്ടാണ് മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ ചൊല്ലെ. അപ്പൊ ഈ നീണ്ട ഹദീസിൽ എത്ര പാഠങ്ങളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാടെ വിളിച്ചിട്ട് പഠിപ്പാട്ടെ. ഒരു വാഹനത്തിൽ പോകുമ്പോ ബാക്കിൽ ദപ്പാട്ടിയോണ്ട് പോണ്ടു. ആ സമയത്ത് വരെ അത്ഭുതകരമായ സന്ദേശങ്ങൾ ഖിയാമത്ത് നാൾ വരെ ബണ്ടെങ്കെത്ത എല്ലാവർക്കും പാലിക്കുക പറ്റെങ്കെത്ത സാർവകാലിക മെസ്സേജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ എപ്പോഴും നിന്റെ എല്ലാ സമയത്തും അള്ളാഹുടെ ಬಗ್ಗೆ ഓർമ്മ, സദാ സമയ അവന്റെ നനപ്പു, അവന്റെ പേടി, അവന്റെ ഭയം, അവനു കാണാൻ ചൊല്ലെങ്കെത്ത ബോധം, അതുപോലെ ചോദ്യവും സഹായവും എല്ലാം അവന്റെ മുട്ടത്തെ. അതാണ് നീ കേൾക്കണായി. ഇങ്ങനെ തുടങ്ങി ഉപദേശങ്ങൾ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തന്നോട്ടുണ്ട്. അപ്പോ ഏത് സമയത്തും മക്കവും കുടുംബക്കാർക്കും സ്വന്തവും പഠിക്കണോ പഠിപ്പാട്ടണോ കഴിവുള്ളവനും ഐശ്വര്യമുള്ളവനും അള്ളാഹു മാത്രാണ്. ഒബിയദിഹിൽ ഖൈറു കുല്ലു, അവന്റെ മുട്ടാണ് എല്ലാ ഖൈറും, എല്ലാം അവന്റെ മുട്ട മാത്രാണ്. അള്ളാഹുടെ മാത്രമാണ് പേടിക്കൊണായി. റിയാ ഉണ്ടാവൂ തീറ. ഖൈറെ ഭാഗങ്ങളിൽ നല്ല നല്ല തെർലു ധാരാളം ചെലവാക്കണം. പ്രയാസം വന്നെങ്കിൽ മാത്രം, പ്രയാസം വരുമ്പോഴാണ് ദുഃഖിക്കണ്ട. അതിരെ ബാക്കിൽ വലിയ സന്തോഷം വന്നിട്ടിക്കിട് ബണ്ടിട്ടാണ് പവിത്ര ഖുർആൻ പഠിപ്പാട്ടിങ്കത്തെ സത്യം. ഇങ്ങനെ തുടങ്ങി 100 കണക്കിൽ ആശയങ്ങൾ, വിശാലമായ
അർത്ഥങ്ങളാണ് ഈ ഹദീസിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിപ്പാട്ടി തന്റെ സയ്യിദുന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാൻ ചൊല്ല 10 വർഷവും തികയാത്ത കിടാവുടുട്ടിക ചൊന്ന സന്ദേശം മഹാൻ നമുക്ക് പടിപ്പാട്ടി തന്ന് അള്ളാഹു നമുക്കും ഞങ്ങളെ മക്കൾക്കും ഇതെല്ലാം ജീവിതത്തിൽ പകർത്തവും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.